പേരെന്താ പറഞ്ഞ? എവിടെ വീട്? എവിടെ? എത്ര കിലോമീറ്റർ ഓടി? 3 കിലോമീറ്റർ ഓടി. ക്ഷീണുണ്ടോ? രാവിലെ വല്ലതും ഭക്ഷണം കഴിച്ചിട്ട് ഓടിയത്? ഒന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സ്കൂളിൽ ഇങ്ങനെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ? മോന്റെ പേരെന്താ? മുഹമ്മദ് ആഷിമോ? ഏതാ? എവിടെ സ്ഥലം? എവിടെ? പനമ്പാലം തന്നെ. പനമ്പാലത്ത് വന്നാണല്ലേ? ഓക്കെ ഓക്കെ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഓട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഓടുന്നതിന് മുമ്പ് എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ലേ? വെള്ളം കുടിച്ചില്ലേ? വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ വെള്ളം കുടിക്കാത്ത എത്രത്തോനെ കൂടിയ ഒരാളാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂൾ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഫുട്ബോളും കളിക്കും. സ്കൂളിൽ ഇങ്ങനെ ഓട്ടത്തിലും ചാടത്തിലൊക്കെ മത്സരിക്കും, ഇതിലൊക്കെ പങ്കെടുക്കും. ഓക്കെ ഓക്കെ മോനെ, താങ്ക് യു. മോളെ പേര് പറഞ്ഞ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. എവിടെ വീട്? എവിടെ? ഓക്കെ ഓക്കെ. സ്കൂളിൽ ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 2-3 കിലോമീറ്റർ ഓടിയില്ലേ? രാവിലെ എന്താ കഴിച്ച്? ഭക്ഷണം എല്ലാം കഴിച്ചോ? കാലി ചായ മാത്രം കുടിച്ചോളൂ. മോളെ പേരെന്താ? ഓക്കെ. എത്രാം ക്ലാസ് പഠിക്കുന്നു? 2ാം ക്ലാസ്. എവിടെ വീട്? എവിടെ? വീട് കോട്ടക്കൽ. ഓക്കെ. സ്കൂളിൽ ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? 2-3 കിലോമീറ്റർ ഓടിയില്ലേ? ഇവിടെ ക്ഷീണുണ്ടോ മോൾക്ക്? ചെറിയ ക്ഷീണമാണ് അല്ലേ? നമുക്കൊന്നും പ്രശ്നമല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ 3 കിലോമീറ്റർ ഓടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് 5 ആക്കണം, 8 ആക്കണം, 10 ആക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ റെഡി ആവണം കേട്ടാ. ഓക്കെ, താങ്ക് യു. മോന്റെ പേരൊന്ന് പറയും. അത് കയ്യിൽ പിടിച്ചോ, അമ്മയ്ക്ക് കയ്യിൽ പിടിച്ചോ. ഞാൻ ചോദിക്കട്ടെ, 1-2 ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. മോന്റെ പേര് ജയാൻ എന്നാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്. ഏതാ സ്കൂൾ? ഏതാ? MES. എവിടെ വീട്? എവിടെ? കാടാമ്പുഴ. ഓക്കെ. സ്കൂളിൽ ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സാധാരണ പങ്കെടുക്കാറുണ്ട്. ഈ ഓടുന്ന ഇടയിലൊന്ന് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അല്ലേ? ചെറിയ നമ്മളങ്ങനെ എത്ര വീണതാ അല്ലേ? ഓക്കെ ഓക്കെ. സ്കൂളിൽ എങ്ങനെ ഇതുപോലെ കായിക മേഖലയിലൊക്കെ സജീവമാണോ? ഫുട്ബോൾ കളിക്കാറുണ്ടോ? പഠനത്തിൽ എങ്ങനെ? കുഴപ്പമുണ്ടാൻ പാടില്ല. ശരീരം സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം നേടും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഓക്കെ. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒന്ന് ഷോർട്ടാൻ പാടില്ല. ആരോഗ്യം പ്രധാനമാണ്, വിദ്യാഭ്യാസം പ്രധാനം. മനസ്സിലല്ലേ? അപ്പൊ ഇത് ഒരു ബാലൻസ് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പൊ നല്ലൊരു ഭാവി ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. മോന്റെ പേരെന്താ? ഹൈസം. എത്രാം ക്ലാസ് പഠിക്കുന്നു? 5ാം ക്ലാസ്. ഏതാ സ്കൂൾ? ഏതാ? ഗ്രേസ് വാലി. എവിടെ വീട്? എവിടെ? കാടാമ്പുഴ. ഞങ്ങളെ കൂടെ കാടാമ്പുഴ ടീമായിട്ട് വന്നല്ലേ? അപ്പൊ ഈ പറഞ്ഞ ആ മൈക്കൊന്ന് കസിനാണ്. മോന്റെ പേരെന്താ? ഹംദാൻ. മോനെ എത്ര കിലോമീറ്റർ ഓടി? 6 കിലോമീറ്റർ ഓടിയാ? 6 കിലോമീറ്റർ ഓടി മിടുക്കനാണ് കേട്ടോ. 6ാം ക്ലാസ്സിൽ. എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ ഓടിയുള്ളൂ. മോനെ ശരിക്കും 3 അല്ല 6 കിലോമീറ്റർ ഓടണം. ഇതിന് മുമ്പ് 5 കിലോമീറ്റർ ഓടി. കഴിഞ്ഞ വർഷം 5 കിലോമീറ്റർ ഓടി. സാധാരണ ഓടും. സ്കൂളിൽ ഫുട്ബോൾ കളിക്കണ്ടോ? നന്നായിട്ട് ഫുട്ബോൾ കളിക്കണം. ഭക്ഷണം എന്താ വല്ലാതെ കഴിക്കുന്നുണ്ടോ? ഓക്കെ. വെയിറ്റ് കുറയ്ക്കുക, നന്നായിട്ട് കളിക്കുക. ഞാൻ നേരത്തെ മോനോട് പറഞ്ഞ പോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കൽ പ്രധാന ഘടകമാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അങ്ങനെ ചെയ്യണം. അപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ വിജയിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇത് രണ്ടാലൊന്നും ഷോർട്ടായ പ്രശ്നമാണ്. എന്തന്നല്ലേ? ഓക്കെ എന്നല്ലേ? താങ്ക് യു. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ കേട്ടത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമാണ്. ഇനി 2 ആയുർവേദ ഡോക്ടർമാരുമായി നമുക്ക് ചിലത് സംസാരിക്കാനുണ്ട്. 2 പേര് 10 കിലോമീറ്റർ ഓടി. 2 ആളും 10 കിലോമീറ്റർ ഓടി. സാധാരണ ആദ്യമായിട്ടാണ് അങ്ങനെ ഓടുന്നത് അതോ? 10 കിലോമീറ്റർ ഓടുന്ന ആദ്യമായിട്ടാണ്. ചെറുങ്ങനെ ഓടാറുണ്ട്. 3-4 കിലോമീറ്റർ ഓടുന്ന ആള് ഇന്ന് 10 കിലോമീറ്റർ ഓടി. എന്തായിരുന്നു? എങ്ങനെ തോന്നി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അല്ല, ഒരു ആയുർവേദ ഡോക്ടറാണെന്ന് അറിയുന്നു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഗവൺമെന്റ് സർവീസിലാണ്. ഓക്കെ ഓക്കെ. എന്താണ് സമൂഹത്തിന് ഇത്തരം പ്രവർത്തികളുടെ കൂടെ നൽകാനുള്ള സന്ദേശം? ആരോഗ്യമാണ് പ്രധാനം. നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തായാലും വ്യായാമം നിർബന്ധമാണ്. അപ്പോ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുക, എല്ലാവരും പങ്കെടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അത്തരം പരിപാടിയിൽ നമ്മൾ പങ്കാളികളാകണം. പൊതുസമൂഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും അങ്ങനെയുള്ള പ്രയാസങ്ങളായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാനുള്ള മാർഗങ്ങൾ തേടുന്നവരാണൊക്കെ നിങ്ങൾ. അപ്പൊ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്
നമ്മുടെ ആരോഗ്യ നമുക്ക് വ്യായാമമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറി, നമ്മുടെ ജീവിതശൈലി ഒക്കെ മാറി. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായിട്ട് കടന്നു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എന്തായാലും മാഡം ചെയ്തതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും 10 കിലോമീറ്റർ ഓടിയിട്ടാ. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർമാരും കൂടിയാണ് രണ്ടുപേരും. അപ്പോൾ ഇതൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളായിട്ട് മാറട്ടെ. അപ്പോൾ അതുപോലെ മാഡത്തിനെ പോലെയുള്ള ആളുകളുടെ ഇൻഫർമേഷൻ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ എഡിഷനാണ്. ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഫ്രീ ആയി, നല്ല ഹാപ്പിയാണ്. ഇനി എല്ലാ വർഷവും ഞങ്ങൾ തിരിച്ചു വരും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കായുള്ള സമ്മാനദാന ചടങ്ങുകളാണ്. അതുമായി ബന്ധപ്പെട്ട വിശാലമായ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത്. ഇവിടെ ക്യാമറയ്ക്ക് മുമ്പിൽ വിജയ ആഘോഷം പങ്കുവെക്കുന്നത് റിയൽ റണ്ണേഴ്സിൻ്റെ മെമ്പേഴ്സാണ്. അവരാണ് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സമ്മാനദാന ചടങ്ങിൻ്റെ ലൈവ് കാഴ്ചകളാണ്. Okay, congratulations from the Real Runners Punathani. Winner! Announcing. Really proud. It's really proud. ഒരു ഉഗ്രൻ കൈഡി കൊടുത്തേ പറ്റൂ. മനസ്സ് നിറഞ്ഞ ആവേശത്തോടുള്ള ഒരു കൈഡി. നമ്മുടെ വിന്നർ ഫിനിഷ് ചെയ്തിട്ടുള്ള ടൈം പറയണോ? റണ്ണേഴ്സ് മഞ്ചേരി. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവിധ നന്മയും എല്ലാവിധ ആശംസകളും. ഗ്രൂപ്പിൽ കൈഡി കേൾക്കാൻ പാകത്തിലുള്ള കൈഡിയോടുകൂടി നമുക്ക് ദിയ ഫാത്തിമയെ ഇൻവൈറ്റ് ചെയ്യാം. മൈ ഗോഡ്, ക്ലബിന്റെ പേര് നിങ്ങൾക്ക് വേണ്ടി വിശകലമായിട്ടുള്ള കൈഡിയോടുകൂടി നമുക്ക് തോന്നുന്നത് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 10K റണ്ണേഴ്സിലെ വിജയാണ് ഫസ്റ്റ് എത്തിയുണ്ട്, ഓടി എത്തിക്കൊണ്ട്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ ടു യു ഫോർ മെൻ. നിങ്ങൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് the second runner again. Yes, 5 കിലോമീറ്റർ റണ്ണിനെയാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐഡിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് ഈ ഒരു ക്യാഷ് അവാർഡ്, ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നത് 3000 രൂപീസിന്റെ ക്യാഷ് പ്രൈസ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻ ടു യു. ഒരു കൈഡിയാവാം. നമ്മളെല്ലാം മലപ്പുറം റണ്ണേഴ്സ് ക്ലബ് ടൈം ഞാനൊന്ന് പറയാം. വെറും 15 മിനിറ്റ് 30 പുത്തനങ്ങാടിയുടെ മുത്താണ് നമ്മളുടെ 35 സെക്കൻഡ്സ് കൊണ്ടാണ് 5 കിലോമീറ്റർ. നമുക്കൊരു ഫോട്ടോ സെഷൻ ഉണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥികൾ ചേർന്നുകൊണ്ടാണ് ആരാധ്യ ഓൺ സ്റ്റേജ്. ഓക്കെ, ആരാധ്യ കുട്ടിയാണ്. അപ്പൊ ഒരു കുട്ടിത്താരമാണ്, വലിയ ഓട്ടക്കാരിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കോട്ടക്കൽ മാരത്തോണിന്റെ ഭാഗമായിരിക്കും. ഫൈനൽ ഓഫീസിലെ സമയം 25 മിനിറ്റ് 32 സെക്കൻഡ്സ് ആണ്. ഇറ്റ്സ് എ റിയൽ റണ്ണേഴ്സ് പുത്തനങ്ങാടി. കൺഗ്രാറ്റുലേഷൻ ടു യു. ക്ലബിന്റെ പേര് ടീമിന് സാധിക്കട്ടെ. അപ്പൊ നിങ്ങൾ MD ഷംസുഖാനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരു കൈഡി ഉണ്ടോ? ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കുന്നില്ല. ഇൻവൈറ്റ് ചെയ്യുകയാണ്. യെസ്, നമ്മുടെ ഫസ്റ്റ് റണ്ണർ മുഹമ്മദ് അലി. ഫസ്റ്റ് റണ്ണർ നമുക്ക് മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. എവരിവൺ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം കൈഡി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. MP കൺഗ്രാറ്റുലേഷൻസ്. Yes, any 5 kilometers run.